അപ്പൊ ഞങ്ങൾ ശംസുൽ ഉലമയുടെ മദ്ഹ് പറഞ്ഞു, മഹത്വം പറഞ്ഞു. ഇപ്പോ നിങ്ങൾ കണ്ടില്ലേ എന്തേ സംഭവിച്ചത്? മുഹറം 9 മിനിഞ്ഞാന്ന് വ്യാഴാഴ്ച കേരളക്കര സാക്ഷിയായത് എന്തിനാ? ആ ശംസുൽ ഉലമക്ക് സുന്നി പോരാന്നും പറഞ്ഞിട്ട് ശംസുൽ ഉലമയിൽ നിന്ന് പിണങ്ങിപ്പോന്ന സംഘടനയാണ് AP സമസ്ത. അതിലിപ്പോ AP ഉസ്താദിന്റെ നിലപാട് നമ്മളിപ്പോ കുറച്ചായിട്ട് പറയണ്ടല്ലോ. AP ഉസ്താദ് അതിൽ നിരപരാധിയാണെന്ന്. അത് സത്യം നമുക്ക് ബോധ്യപ്പെട്ടില്ലേ? എന്താ പറഞ്ഞത്? ഒക്കെ വളരെ കറക്റ്റാ. നമ്മൾ പറഞ്ഞില്ലേ, AP ഉസ്താദിനെ പോലെയുള്ള പ്രായമുള്ള ആലിമീങ്ങൾ, MA ഉസ്താദിനെ പോലെയുള്ള, ചിത്താരി ഉസ്താദിനെ പോലെയുള്ള, ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പയെ പോലെയുള്ള പ്രായമുള്ള ആലിമീങ്ങൾ, അവരെ എടങ്ങേറാക്കിയിട്ട് ബരകൂട്ടത്തിലുള്ള, എന്നിട്ട് വേറെ സ്ഥലത്തേക്ക് പഴിചാരിയാണ് ഇപ്പൊ എന്ത് ബാഹ്യശക്തികൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് അന്ന് മുശാവറയിൽ ഉണ്ടാവണമെന്നില്ല, പുറത്തുനിന്ന് ഇടപെടുന്ന ആൾക്കാർക്ക് ബാഹ്യശക്തി എന്നറിയാം. അന്നുണ്ട് ഈ കുത്തിത്തിരിപ്പിന്റെ ആശാന്മാര്. അന്ന് ശംസുൽ ഉലമക്കെതിരൊക്കെ പ്രസംഗിച്ചു നടന്നിരുന്ന ആരാ? AP ഉസ്താദാ? അല്ല. അന്ന് പ്രസംഗിച്ചു നടന്നിരുന്ന ആരാ? ശംസുൽ ഉലമക്ക് ആദർശത്തിൽ വ്യതിയാനം സംഭവിച്ചു എന്ന് പറഞ്ഞതാരാ? അല്ലാഹുവിന്റെ റസൂലിന് നഅലുണ്ട് എന്ന് പറയുന്ന കക്ഷിയാണ് അന്ന് ശംസുൽ ഉലമക്കെതിരെ പ്രസംഗിച്ചാണ്. ശംസുൽ ഉലമ പലതിനും വഴിപ്പെട്ടു എന്ന് ശംസുൽ ഉലമക്കെതിരെ ആരോപണം ഉന്നയിച്ചതാരാ? ഈ പേരോട്ടുകാരൻ മൗലവിയായിരുന്നു. അവരൊക്കെ അല്ലെന്ന് പറഞ്ഞു നടന്നിരുന്നത്. ഈ വടശ്ശേരിക്കാരനൊക്കെ ശംസുൽ ഉലമയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ എന്താ പറയാൻ പറ്റുമോ? മനുഷ്യന്മാരോട് കേൾപ്പിക്കാൻ പറ്റുമോ? എത്ര മോശമായ പരാമർശങ്ങളാണ് നടത്തിയത്. ഇങ്ങനെയുള്ള ഈ കുട്ടിച്ചകുത്താന്മാർ ഇവരാണെന്ന് പിന്നിലിരുന്ന് ചരട് വലിച്ചിരുന്നത്. അതാ ബാഹ്യശക്തികൾ. ചിലതൊക്കെ ഞങ്ങൾ സെറഹെയ്തിയെങ്കിലാണ്ട് കൃത്യമാവുള്ളൂ. ഉസ്താദിന് പത്രമൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ. അത് പാവം. കാരണം AP ഉസ്താദിന് ഇപ്പൊ നമ്മളെ ഈ വേദികളിൽ നിന്ന് നിരന്തരമായിട്ട് ശംസുൽ ഉലമയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, AP ഉസ്താദിൽ ഇത്രമാത്രം ഫലം ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതും കൂടി മനസ്സിലാക്കിക്കോ. ആരാ? സംഘടനക്കാരെ ഒന്നും അറിയാതെ കിടന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മോങ്ങുന്ന പാവപ്പെട്ട കുഞ്ഞാടുകളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളെ. ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ AP ഉസ്താദിൽ ഇത്രമാത്രം ഫലം ചെയ്യാനുള്ള കാരണം, ഞങ്ങളോട് ശംസുൽ ഉലമയുടെ മദ്ഹ് പറയാൻ ഏത് ഹളറത്തിൽ നിന്നാണോ നിർദ്ദേശം തരുന്നത്, അതേ ഹളറത്തിൽ വെച്ച് നേരിട്ട് AP ഉസ്താദിനോട് തന്നെ ആ തിരുസവിധത്തിൽ നിന്ന് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ AP ഉസ്താദിന്റെ ഓർമ്മയുടെ ഏടുകളിൽ തികട്ടി വരികയാണ് അന്ന് ഞാൻ അവിടെ നിന്ന് കേട്ടതും ഇപ്പോൾ അഹ്സനിയും അൻവരിയും തൊഴിയൂരും ഒക്കെ സാവിയത്തു സൂഫിയുടെ വേദികളിൽ നിന്ന് പറയുന്നതും രണ്ടും ഒന്നാണല്ലോ. അപ്പൊ ഇത് ഇവരുടെ ഇഷ്ടപ്രകാരം പറയുന്നതല്ലല്ലോ. അതുകൊണ്ട് ഇനിയും വൈകിയാൽ അതൊരു തീരാ നഷ്ടമായി വന്നേക്കാം എന്ന് മനസ്സിലാക്കി തുറന്നു പറയേണ്ട സ്ഥലത്ത് വെച്ചു തന്നെ ആ വിഷയം ഉസ്താദ് തുറന്നു പറഞ്ഞു. വന്യരായ ഉസ്താദ് അവറുകളോട് ആദരപൂർവ്വം ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഉസ്താദേ, അങ്ങയെ പല ബാഹ്യശക്തികളും ഇടപെട്ട് അങ്ങയുടെ മകനും ശിഷ്യനുമൊക്കെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന കുത്തിത്തിരിപ്പുണ്ടല്ലോ, അതിന്റെ മറ്റൊരു ചിത്രമായിരുന്നില്ലേ 989കളിൽ നിങ്ങൾ നേരിടേണ്ടി വന്നത്? അത് നിങ്ങളെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്നില്ലേ ഉസ്താദേ? ആ കുറ്റബോധം അങ്ങയുടെ സംസാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങയുടെ ആ വിതുമ്പലുകളിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അങ്ങ് ആ വികാരധീനനായിക്കൊണ്ടുള്ള ആ പരാമർശം ഇവിടത്തെ പ്രമുഖ ചാനലുകൾ മുഴുവനും എടുത്തുകൊടുത്തു. ഇതൊക്കെയാണ് പടച്ചോ മശായിഖന്മാരുടെ ഓരോ പണികൾ കണ്ടില്ലേ നിങ്ങൾ? ഞങ്ങൾ പറയണത് സത്യമാണ് എന്ന് മാലോകർക്ക് മുഴുവനും ബോധ്യപ്പെടാൻ ആ മുഹറം 9 ആ പകല് നടന്ന ഒറ്റ പരിപാടി ഇതൊക്കെ എടുക്കണ് എല്ലായിടത്തും എത്തിയത്. ഞങ്ങൾ പറയണത് സത്യമാണ്. കാരണം മഹാനരായ ശൈഖുനാ ശംസുൽ ഉലമായി അവർ മശായിഖന്മാര് പ്രണയിച്ച ആലിമീങ്ങളിൽ ഉന്നതരാണ്.
സ്നേഹിച്ചവരാ. അതുകൊണ്ടല്ലേ വരക്കൽ മക്കാമിലേക്ക് ഇന്നും മണമുറിയാതെ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളെ മുശാവറന്ന് എത്ര ആൾക്കാർ പോയി, അവരെ ഖബറിങ്ങനെ തിരക്കുണ്ടോ? പക്ഷെ ആ ഹളറത്തിൽ തിരക്കുണ്ട്. അത് മശായിഖന്മാരുടെ ആശീർവാദം കിട്ടിയ പൂമുത്താണ്. ഇഅ്തിഖാദുനാ വിലായ. ആ ഉന്നതിയിൽ ഉന്നതങ്ങളിൽ വിഹരിക്കുകയും വിരാജിക്കുകയും ചെയ്യുന്ന മഹാനരാണ് ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറ. അത് എ പി ഉസ്താദിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് അല്ലേ. പല പ്രതിസന്ധി ഘട്ടത്തിലും എ പി ഉസ്താദിന് താങ്ങായി തണലായി മഹാനരായ ശംസുൽ ഉലമ നിന്നിട്ടുണ്ട്. ഉസ്താദ് തന്നെ പലപ്പോഴും പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. കുവൈത്ത് കരാറിന്റെ പ്രശ്നങ്ങൾ, പല വിഷയങ്ങൾ എല്ലാം കഴിഞ്ഞൊരു വിദേശയാത്ര കഴിഞ്ഞു വരുന്ന സമയത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എ പി ഉസ്താദ് വരുന്ന ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ ഫ്ലൈറ്റ് ഇറങ്ങി ട്രെയിൻ യാത്ര ചെയ്ത് കോഴിക്കോട്ടേക്ക് വരികയാണ് എ പി ഉസ്താദ്. ഉസ്താദിനെ കാത്തിരിക്കുന്നു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രായമുള്ള താടിരോമങ്ങൾ മുഴുവനും വെള്ളിനാര് പോലെ നരച്ച് പ്രൗഢമായ തലപ്പാവോടുകൂടെ വിശാലമായ നെറ്റിത്തടം നിസ്കാരത്തഴമ്പുള്ള ആ സൂര്യ തേജസ്സുള്ള മുഖവുമായി ഒരു മഹാമനീഷി എവിടെ കാത്തിരിക്കുന്നു? കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ. ഉസ്താദ് വന്നപ്പോ മാനസികമായി വലിയ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നാലു ഭാഗത്തു നിന്നും എടങ്ങറായിക്കൊണ്ടിരിക്കുന്ന സമയം ഉസ്താദിനെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ പറയുന്നു, ഞാനുണ്ട് എ പി നിങ്ങളോടൊപ്പം. എന്നാ പറഞ്ഞ കഥകളൊക്കെ നിങ്ങൾക്ക് തിരുസവിധങ്ങളിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലേ? പോരാ, നമ്മൾ ഈ സംസാരിക്കുന്നത് അരീക്കാട്ട് നിന്നാണ്. കോഴിക്കോട് ജില്ലയിലെ അരീക്കാട് ഒരു കാലത്ത് പ്രമാദമായ പല വിഷയങ്ങൾക്കും കഥാപാത്രമായ നാടല്ലേ അരീക്കാട്. അരീക്കാട് പള്ളി പ്രശ്നവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പല രൂപത്തിലുള്ള വേട്ടയാടലുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അന്നും മഹാനരായ ശംസുൽ ഉലമാ എ പി ഉസ്താദിനോട് പറഞ്ഞ വാക്കെന്താ? നിങ്ങൾ ഒറ്റക്കല്ല എ പി, ഞാനുമുണ്ട് കൂടെ എന്ന് പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ എന്ന് ഉസ്താദിനോട് ചോദിച്ചിരുന്നു. എവിടെ നിന്ന്? ആ തിരുഹളറത്തിൽ നിന്ന് ചോദിച്ചു. ശംസുൽ ഉലമയെ നിങ്ങൾക്ക് എങ്ങനെ മറക്കാൻ കഴിയും? ഉസ്താദിനോട് ചോദിച്ചില്ലേ ഹളറത്തിൽ വെച്ച്? അതുകൊണ്ട് നിങ്ങളെ പിന്നിൽ ഈ കുത്തിത്തിരിപ്പുമായി നടക്കുന്ന ഈ പൊന്മളക്കാരനും പേരോട്ടുകാരനും നിങ്ങളെ സ്വന്തം മകനും നിങ്ങളെ പല കുഴിയിലും ചാടിക്കുമ്പോ ഒരു കാര്യം മറന്നുപോകണ്ട എന്ന് പറഞ്ഞ് വളരെ കർശനമായ രൂപത്തിൽ പറഞ്ഞില്ലേ? ശംസുൽ ഉലമയെ അവരുമായി ബന്ധപ്പെട്ട വിഷയം അതിവിടന്ന് തീർത്തുകൊണ്ടല്ലാതെ പോയാൽ അത് നിങ്ങളെ ഖബറും നിങ്ങളെ മരണസമയവും നിങ്ങളെ ആഖിറവുമൊക്കെ വല്ലാതെ ബേജാറാകുന്ന ഘട്ടമായിരിക്കും. ജാഗ്രത, ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള കാര്യങ്ങൾ ആ ഹളറത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതല്ലേ? ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞില്ലേ? അത് ഇവിടെ വെച്ച് തീർക്കേണ്ടത് തീർത്തിട്ടേ പോകാവൂ എന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഉസ്താദിന്റെ മനോമുഖരത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം. പിന്നെ ഉസ്താദിനെ എങ്ങനെ വിതുമ്പാതിരിക്കാൻ കഴിയും? ഉസ്താദിനെ എങ്ങനെ വിഷമിക്കാതിരിക്കാൻ കഴിയും? കാരണം തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെയ്ത ഈ തിട്ടൂരങ്ങൾ അത് പലർക്കും പല ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അവർക്കൊരുപാട് അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകൾ വേണം. അവർക്കും അവരുടെ 4 തലമുറക്കും ജീവിക്കാൻ പര്യാപ്തമായ രൂപത്തിലുള്ള ഭൂസ്വത്തുക്കൾ വേണം. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വേണം. അവർക്ക് അവരുടെ ബാങ്ക് ബാലൻസ് ഭദ്രമാക്കണം. അവർക്ക് ശീതീകരിച്ച വാഹനത്തിൽ യാത്ര ചെയ്യണം. അവർക്ക് വിദേശ നാടുകളിൽ സ്ഥിരമായ വിസ വേണം. അവിടെ ചെന്നാൽ അവർക്ക് സ്വൈരമായി ജീവിക്കാൻ മക്കളെ കൊണ്ടുപോയി അവിടെ ഫ്ലാറ്റുകൾ എടുത്ത് സുഖലോലുപതയോടുകൂടി അമ്പരച്ചുംബികളായ ഫ്ലാറ്റുകളിൽ അവർക്ക് ജീവിക്കാൻ കഴിയണം എന്നാശിച്ച പലരും അതിനെ ചട്ടകമാക്കി ഉസ്താദിനെ മുന്നിൽ വെച്ച് കളിച്ചു. പക്ഷേ ഇതൊക്കെ കഴിയുന്ന സമയം വരാനുണ്ട്.
അവസാനം പോകുന്ന സമയത്ത് ശംസുല്ലുലമയാകുന്ന ആ മഹാമനീഷിയെ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് അതൊന്നും ഇവിടുന്ന് തീർക്കാതെ പോയാൽ അത് വല്ലാത്ത അവസ്ഥയായിരിക്കും. ഇതാ തിരുഹളറത്തിൽ നിന്ന് പറയുന്നില്ലേ? പോരാ, ആ തിരുഹളറത്തിൽ ഉസ്താദേ അവിടെന്ന് വന്ന രംഗം നിങ്ങൾ ഓർക്കുന്നില്ലേ? അവിടെന്ന് വന്നില്ലേ? ആ വന്ന സമയം ആ വലിയ ഹളറത്തിൽ നിന്ന് ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു റൂമിലേക്ക് കൊണ്ടുപോയാക്കിയില്ലേ? ആ റൂമിൽ ഞങ്ങളെ വന്യരായ ശൈഖുന ഉണ്ടായിരുന്നില്ലേ? ആ സമയത്ത് അവിടെ ഉണ്ടായ ഒരു വൈകാരികത നിറഞ്ഞ നിമിഷം, അന്ന് നിങ്ങളുടെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകിയില്ലേ? ചെറിയ പി ഉസ്താദ് വിതുമ്പിയില്ലേ? എ പി ഉസ്താദ് അവിടൊന്നും വല്ലാതെ പണിപ്പെട്ടില്ലേ കരച്ചിലടക്കാൻ? അന്ന് വന്യരായ ഉസ്താദ് അങ്ങ് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നല്ലോ. എന്താണ്? ആ പരിശുദ്ധമായ ഹദറത്തിനെ സംബന്ധിച്ച് അന്ന് ഞങ്ങളെ ശൈഖുനയോട് പറഞ്ഞതെന്താ? മഹാനരായ മടവൂർ ശൈഖുന, വടകര ഓറ് വേങ്ങര കോയപ്പാപ്പ റളിയല്ലാഹു അൻഹും, ആ കണ്ണിയിൽ അവരൊക്കെ പോയി. ആ കാലത്ത് ഉണ്ടായിരുന്നവരിൽ ഇനി ബാക്കിയുള്ളത് ഇവര് മാത്രമാണ്. ആരെ? ആ മഹാഹളറത്തിനെ സംബന്ധിച്ച് അന്ന് ഉസ്താദ് പറഞ്ഞ വാക്കാ ഞങ്ങളെ ശൈഖുനയോട്. അവര് മാത്രമല്ലേ ഇനി ബാക്കിയുള്ളൂ, അവര് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല ഞാനും അവരുമായുള്ള ബന്ധം. നീണ്ട 40 കൊല്ലത്തിന്റെ പഴക്കം അതിനുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞില്ലേ? അതുകൊണ്ടു തന്നെ ഞങ്ങളുടെ ഈ വേദികളിൽ നിന്ന് പാവപ്പെട്ട ഞങ്ങളുടെ ഇഷ്ടത്തിനല്ല ശംസുല്ലുലമയുടെ മഹത്വം പറഞ്ഞിരുന്നത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണോ ഉസ്താദിനെ ഇരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തത്, അതേ ഹളറത്തിൽ നിന്നാണ് ഞങ്ങൾക്കും പറഞ്ഞു തരുന്നത്. അതാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് വന്യരായ ഉസ്താദ് അവരുടെ ഖൽബിൽ വല്ലാതെ അത് ഫലം ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് തുറന്നു പറയാൻ പറ്റുന്ന വേദിയിൽ ഉസ്താദ് അത് തുറന്നു പറഞ്ഞു. ശംസുല്ലുലമയുമായി എന്നെ അകറ്റിയത് എന്തിനായിരുന്നു എന്നെ അകറ്റിയത്? എന്താണ് ആ ചോദ്യം? എന്താണ് ആ ചോദ്യം? അതേ ഉസ്താദേ, വീണ്ടും അവിടത്തെ ഒരു എളിയ ശിഷ്യൻ എന്ന നിലക്ക് വിനയത്തോടെ പറയട്ടെ, ഇതവിടത്തെ ജീവിതത്തിന്റെ ഈ പ്രായാധിക്യമുള്ള ഈ സമയത്ത് പരസ്യമായി കോഴിക്കോട് പട്ടണത്തിൽ വെച്ച് പ്രമുഖ ചാനലുകാരുടെ മുമ്പിൽ ഈ കുറ്റസമ്മതം ഏറ്റുപറച്ചിൽ നടത്തിയതുപോലെ മറ്റൊരു ഏറ്റുപറച്ചിലിന് ഇനി നിങ്ങൾക്ക് അവസരമുണ്ടാകുമോ അറിയില്ല. വിനയത്തോടെ പറയട്ടെ, നന്നാ കുത്തിത്തിരിപ്പുണ്ടാക്കി ബാഹ്യ ഇടപെടലുകൾ നടത്തിയിട്ട് ഈ രൂപത്തിൽ ഉസ്താദിനെ അടങ്ങറാക്കിയ ആളുകളുടെ അതേ ശൈലിയിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സ്നേഹം അഭിനയിച്ചും അടുപ്പം കാണിച്ചും നിങ്ങളെ പൂർണ്ണമായി വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ ആദർശത്തിൽ നിന്ന് ഈ സമൂഹത്തെ വഴിമാറ്റി സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലാഹുവിന്റെ റസൂലിന് നേലുണ്ടെന്ന് വാദിച്ച, അല്ലാഹുവിന്റെ റസൂൽ കുഴഞ്ഞു കിടക്കുന്ന പിതാവിനെ പോലെയാണെന്ന് പറഞ്ഞ ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അതബല്ലെന്ന് പറയുന്ന, അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടാൽ പിശാചായേക്കാമെന്ന് പറയുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കിടാവായ ഹുസൈനാരി തങ്ങളെ മുഹറം 10 യാ ഹുസൈൻ എന്ന് വിളിക്കുന്നത് തെറ്റാണെന്ന് പറയുന്ന ലക്ഷണം കെട്ട ശിഷ്യൻ, പേരോട്ടുകാരൻ. മകനാണെങ്കിലും ആദർശപരമായി നിങ്ങളുടെ ആശയത്തോട് പൊരുത്തപ്പെടാതെ ഖിയാമത്ത് നാൾ വരെ മുറബ്ബിയായ മശായിഖന്മാരുണ്ടാകുമെന്ന് തൃശൂരിൽ ഈ പാവപ്പെട്ട ഞാനടക്കം പങ്കെടുത്ത ഉലമാ സമ്മേളനത്തിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപിച്ച ഉസ്താദിന്റെ ആദർശത്തിനെതിരെ, അധ്യാപനത്തിനെതിരെ സ്വന്തം വീട്ടിൽ വളർന്ന സ്വന്തം പ്രിയപ്പെട്ട മകൻ ഏകാംഗ മശായിഖന്മാരെ കാലം കഴിഞ്ഞു എന്ന് ആദർശ വിരുദ്ധത വിളമ്പി. അങ്ങയോടൊപ്പം മുസാവറയിൽ അങ്ങ് കൈപിടിച്ചു കൊണ്ടുവന്നിരുത്തിയ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അങ്ങേക്കെല്ലാം നൽകിയെന്ന് അങ്ങ് എത്രയോ തവണ വിളിച്ചു പറഞ്ഞ
മടവൂർ ശൈഖുനയെ നിക്കാഹിന്റെ സാക്ഷിക്ക് പോലും പറ്റില്ലെന്ന് പറഞ്ഞു. മടവൂർ ശൈഖുന അന ഖുത്ബുൽ ആലം എന്ന് പറഞ്ഞത് ജദ്ബിലാണെന്ന് പറഞ്ഞു. ലാ ജദ്ബ ഫിയ എന്ന് പറഞ്ഞതോ അതും ജദ്ബിലാണെന്ന് പറഞ്ഞു. ഇമാതിരി ആളുകൾ നിങ്ങളുടെ ആഖിറത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി സാരോപദേശം നൽകി നിങ്ങളോടുള്ള റഹ്മത്ത് കരകവിഞ്ഞൊഴുകിയ ആ തിരുഹളറത്തിലേക്കുള്ള യാത്രകൾ ഈ പേരോട്ടുകാരനും പൊന്മളക്കാരനും താങ്കളുടെ പ്രിയപ്പെട്ട സീമന്തപുത്രനായ ബിസിനസ്മാനും കൂടി ഇന്ന് നിങ്ങൾക്ക് ബാഹ്യമായ ഇടപെടലുകൾ നടത്തി ശക്തമായ രൂപത്തിൽ നിങ്ങൾക്ക് ആ മന്നാഉൽ ഖൈറായി ഖുത്താഉ തരീഖായി ഈ ശിഷ്യന്മാരും മകനും മാറുമ്പോ ഇതിന്റെ പേരിൽ ഈ തിരുഹളറത്തുകളായിട്ട് ഇവിടെ കുഞ്ഞാടുകൾ സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റും വളരെ മോശമായ പരാമർശം നടത്തുമ്പോ ഇതിന്റെയൊക്കെ പാപഭാരം ഉസ്താദെ ഏറ്റുപറയാൻ ഇനി സമയമുണ്ടോ? അതുകൊണ്ട് ഈ സമയത്ത് വിനയത്തോടെ പറയട്ടെ, നല്ല നിലക്കുള്ളൊരു യാത്ര അതങ്ങേക്ക് കിട്ടണമെന്ന് ഞങ്ങളും ആശിക്കുന്നു. ഇതൊരിക്കലും കുറ്റപ്പെടുത്തലല്ല, ആക്ഷേപിക്കലല്ല, പരിഹാസമല്ല. അങ്ങേറ്റത്തെ സഹതാപത്തോടുകൂടെ വിനയത്തോടുകൂടെ അപേക്ഷിക്കുകയാണ്. ഒന്നുകൂടി പറയട്ടെ ഉസ്താദെ, ചെയ്ത തെറ്റ്, സംഭവിച്ച അപാകത, ശംസുൽ ഉലമയുടെ വിഷയത്തിൽ ശംസുൽ ഉലമയുമായി പിണങ്ങിപ്പോന്ന് ശംസുൽ ഉലമയും തങ്ങളും അങ്ങും തമ്മിലുള്ള ബന്ധത്തെ അകറ്റിയത് എന്തിനാണെന്ന് ഗദ്ഗതത്തോടെ ചോദിച്ചില്ലേ? അതിന്റെ പരിണിതിയായി ഇവിടെ സംഭവിച്ച ഏറ്റവും വലിയ അപകടം പുതിയ സംഘടനയ്ക്ക് രൂപം നൽകലായിരുന്നു. അതിന്റെ വാർഷികത്തിന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വേദിയിലാണ് നിങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ തൗബയാകണമെങ്കിൽ അങ്ങ് തന്നെ ഞങ്ങളെ പഠിപ്പിച്ചൊരാശയമുണ്ട്. ഉത്ലുബ് മതാബൻ ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല. ഒരാളുടെ തൗബയാകണമെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് അതിൽ നിന്ന് പൂർണ്ണമായി മോചിതനാകണം. അതേ ഉസ്താദേ, ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറിയായി ഉണ്ടായിരിക്കെ, കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായി ഉണ്ടായിരിക്കെ, ബാഹ്യശക്തികളുടെ ഇടപെടൽ അങ്ങയെ സ്വാധീനിച്ച് അതിന് അങ്ങ് അടിമപ്പെട്ട് ഈ രൂപത്തിലുള്ള നിലപാട് സ്വീകരിച്ച് പുതിയ സംഘടനക്ക് രൂപം നൽകി അങ്ങയുടെ ഉസ്താദിന്റെ ഉസ്താദായ ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആയിരിക്കെ താങ്കളെ കൊണ്ട് ഇവര് കൊരങ്ങ് കളിപ്പിച്ചു, ഒരു പുതിയ സംഘടനയുണ്ടാക്കി, ജനറൽ സെക്രട്ടറിയായി അങ്ങയെ കുടിയിരുത്തി. ഇതാണ് അവരോട് ചെയ്ത ഏറ്റവും വലിയ പാതകം. ആ പാതകം, ആ തെറ്റിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ തെറ്റ് പൂർണ്ണമായി ഒഴിവാക്കണമെങ്കിൽ ആ സംഘടന പൂർണ്ണമായി പിരിച്ചുവിടുക, എന്നിട്ട് തൗബ ചെയ്യുക. അതല്ലേ ഉസ്താദെ അങ്ങ് പഠിപ്പിച്ചെന്ന അധ്യാപനം അനുസരിച്ച് അതിനുള്ള വഴി. ഇത് പറയുമ്പോ ഞങ്ങൾക്കെതിരെ കുഞ്ഞാടുകൾ ചന്ദ്രഹാസം ഇളകണ്ട. മശായിഖന്മാരെ ഹളറത്തിൽ ഞങ്ങളെ എത്തിച്ചു തരുന്നതിൽ ഒരു സബബാണ് ഉസ്താദ്. ആ ഒരു കാരുണ്യം ഞങ്ങൾക്കിന്നുമുണ്ട്, ആ ഒരു റഹ്മത്ത് ഇന്നും ഞങ്ങൾക്കുണ്ട്, ആ ഒരു സ്നേഹം ഞങ്ങൾക്കിന്നുമുണ്ട്. പിന്നെ നിങ്ങൾ വല്ലാതെ അഹ്ലുസുന്നയുടെ ആദർശത്തിനെതിരായി ഉസ്താദിനെ കൊണ്ട് പറയിപ്പിക്കുമ്പോ പറയുന്നതാര് എന്ന നോട്ടം ഞങ്ങൾക്കില്ല. അവിടെ ഞങ്ങൾ ദീനിന്റെ നിയമം പറയും എന്ന് പറഞ്ഞ കർശനമായ നിലപാട് സ്വീകരിക്കുന്നത് അതും ഉസ്താദിനുള്ളൊരു സംരക്ഷണമാണ്, അതും ഉസ്താദിനുള്ളൊരു സഹായമാണ്. ഇത്രയേ ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ തുടക്കം തന്നെ പഴച്ചിട്ടുണ്ട്. ഇക്കൊല്ലത്തെ മുഹറം ഒരു 1.5 മുഹറമാ, ഒരു ഉസ്സാറുള്ള മുഹറ. ഈ വർഷാരംഭം പൊട്ടിക്കുകയാണ്. ഇപ്പൊ എന്തുണ്ടായത്? പരസ്യമായിട്ട് AP ഉസ്താദ് വിളിച്ചു പറഞ്ഞു, അവിടുന്ന് വിതുമ്പി. ഞങ്ങൾ പറയുന്ന സത്യം അതാണ് ഉസ്താദിന്റെ മനസ്സിൽ വരിക. ഈ സാവിയത്തു സൂഫിയുടെ വേദികളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദം ഉസ്താദിന്റെ ശ്രവണപുടങ്ങളിലെ കലയടിക്കുമ്പോ ഉസ്താദിന്റെ മനോമുഖരിതങ്ങൾ ഉണരുകയാണ്. അവിടെ നിന്ന് ചിന്തിക്കുന്നു, ഇത് ഞാൻ എവിടെന്നോ കേട്ട വാക്കുകളാണല്ലോ. അതെ, ആ ഉന്നതമായ ഹളറത്തിൽ നിന്ന് ഉസ്താദിനെ ഇരുത്തി പറഞ്ഞു കൊടുത്ത വാക്കുകളാ. അതുകൊണ്ടാ ഉസ്താദിനെ അത് എഫക്ട് ചെയ്തത്. അതുകൊണ്ടാണ് അതിവിടെ കൃത്യമായി ഉസ്താദ് തുറന്നു പറഞ്ഞത്.